ഇന്നസെൻ്റ് തൃശ്ശൂർ ഭാഷയെ മലയാള സിനിമയിൽ ജനകീയമാക്കിയ കലാകാരൻ. പ്രത്യേക തരത്തിലുള്ള ശരീരഭാഷയും തൃശ്ശൂർ ശൈലിയിലുള്ള സംഭാഷണവും ഇന്നസെൻറ്റിൻ്റെ സവിശേഷതകളാണ്. സത്യൻ അന്തിക്കാട്, ഫാസിൽ, പ്രിയദർശൻ, സിദ്ദിഖ് ലാൽ സിനിമകളിൽ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രങ്ങൾ ഏറെ ജനപ്രിയമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട താലൂക്കിൽ തെക്കേത്തല ബറീദിൻ്റെയും മാർഗലൈത്തയുടെയും മകനായി 1948 ഫെബ്രുവരി 28 ജനനം. ബറീദ് മാർഗലിത്ത ദമ്പതികളുടെ 8 മക്കളിൽ 5-മനും ആൺമക്കളിൽ 3-മനുമായിരുന്നു. ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ, നാഷണൽ ഹൈസ്കൂൾ, ഡോൺ ബോസ്കോ SNHS എന്നിവിടങ്ങളിൽ പഠനം. 8-ാം ക്ലാസ്സിൽ വെച്ച് പഠനം ഉപേക്ഷിച്ച് അഭിനയമോഹവുമായി മദ്രാസിലേക്ക് തിരിച്ചു. സിനിമയിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടാണ് തുടക്കം. 1972 റിലീസായ നൃത്തശാലയാണ് ആദ്യ സിനിമ. പിന്നീട് ഊർവശി ഭാരതി, ഫുട്ബോൾ ചാമ്പ്യൻ, നെല്ല് തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു. സിനിമകളിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോൾ കർണാടകയിലെ ദാവൻഗരയിലേക്ക് പോയി തീപ്പെട്ടിക്കമ്പനി നടത്തിയെങ്കിലും അത് സാമ്പത്തികപരമായി വിജയിച്ചില്ല. തുടർന്ന് ചെറുകിട ജോലികൾ ചെയ്ത് മദ്രാസിൽ തുടർന്നു. സിനിമയിലെ തുടക്കകാലത്ത് തന്നെ ഡേവിഡ് കാച്ചപ്പള്ളിയുമായി ചേർന്ന് ശത്രു കമ്പൈൻസ് എന്ന നിർമ്മാണ കമ്പനി ആരംഭിച്ചു. ശത്രു കമ്പൈൻസ് ബാനറിൽ ഇളക്കങ്ങൾ, വിട പറയും മുമ്പേ, ഓർമ്മയ്ക്കായി, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു കഥ ഒരു നുണക്കഥ തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചു. നിർമ്മാണ കമ്പനി സാമ്പത്തിക ബാധ്യത നേരിട്ടതോടെ ഇന്നസെൻ്റ് ആ ശ്രമം ഉപേക്ഷിച്ച് വീണ്ടും അഭിനയത്തിലേക്ക് തിരിഞ്ഞു. ഇടക്കാലത്ത് ഇടതുപക്ഷ പാർട്ടിയായ RSPയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായും 1979 മുതൽ 1983 വരെ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലറായും പ്രവർത്തിച്ചു. ഭരതൻ സംവിധാനം ചെയ്ത 1982 റിലീസായ ഓർമ്മയ്ക്കായി എന്ന സിനിമയിലെ കഥാപാത്രമാണ് ഇന്നസെൻറ്റിൻ്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. തൃശ്ശൂർ ഭാഷയിൽ ഇന്നസെൻ്റ് ആദ്യമായി സംസാരിക്കുന്നതും ഈ സിനിമയിലാണ്. പിന്നീട് അങ്ങോട്ട് എണ്ണിയാലൊടുങ്ങാത്ത ചിത്രങ്ങൾ. സിനിമയിലെ തൃശ്ശൂർ ഭാഷ ഇന്നസെൻ്റായി പരിണമിച്ചതും അക്കാലത്താണ്. മലയാള സിനിമകളിൽ ഇന്നസെൻ്റ്, KPSC ലളിത എന്നിവർ ജനപ്രിയ ജോഡികളുമായി. ഏകദേശം ഇതുവരെ 750-ലധികം മലയാള ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച ഇന്നസെൻ്റ് മലയാള സിനിമയിലെ മികച്ച ഹാസ്യതാരങ്ങളിൽ ഒരാളാണ്. 1986 മുതലാണ് ഇന്നസെൻ്റ് സിനിമകളിൽ സജീവമായത്. 1989 റിലീസായ റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ മാന്നാർ മത്തായി എന്ന കോമഡി കഥാപാത്രം വലിയ ജനപ്രീതി നേടുകയും ധാരാളം ആരാധകരെ സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് ഗജകേസരി യോഗം, ഗോഡ്ഫാദർ, കിലുക്കം, വിയറ്റ്നാം കോളനി, ദേവാസുരം, കാബൂളിവാല എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഇന്നസെൻറ്റിന് കഴിഞ്ഞു. കോമഡി റോളുകളും സീരിയസ് റോളുകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന നടനാണ് ഇന്നസെൻ്റ്. വെള്ളിത്തിരയിൽ അഭിനയിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളെയും പ്രേക്ഷകരുടെ മനസ്സിൽ എന്നെന്നും നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിവുണ്ട്. കോമഡി റോളുകളിലെ അഭിനയമാണ് ഇന്നസെൻറ്റിനെ ജനപ്രിയ നടനാക്കി മാറ്റിയത്. 1995 താരസംഘടനയായ അമ്മയുടെ ആദ്യ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു MG സോമൻ. 1997 അദ്ദേഹം അന്തരിച്ചു. അതിനെ തുടർന്ന് പ്രസിഡൻ്റായ മധു 2002 സ്ഥാനമൊഴിഞ്ഞു. അതിനുശേഷം അമ്മയുടെ പ്രസിഡൻ്റായത് ഇന്നസെൻ്റ് ആയിരുന്നു. നീണ്ട 16 വർഷം പ്രസിഡൻ്റ് സ്ഥാനത്തിരുന്ന് അമ്മയെ നയിച്ച ഇന്നസെൻ്റ് സംഘടനയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു. 2018 മോഹൻലാലിന് പ്രസിഡന്റ് സ്ഥാനം കൈമാറിയപ്പോൾ ഇന്ത്യയിലും വിദേശത്തും അറിയപ്പെടുന്ന കേരളത്തിലെ മികച്ച താരസംഘടന എന്ന നിലയിലേക്ക് അമ്മ വളർന്നിരുന്നു. ഗജകേസരി യോഗം, സാന്ദ്രം, മിസ്റ്റർ ബട്ട്ലർ, ഡോക്ടർ ഇന്നസെൻ്റാണ്, സുനാമി എന്നീ ചിത്രങ്ങളിൽ ഇദ്ദേഹം ഗാനങ്ങൾ ആലപിക്കുകയും പാവം അയ്യേ അയ്വാച്ചൻ, കീർത്തനം എന്നീ ചിത്രങ്ങൾക്ക് കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട്. വിട പറയും മുമ്പേ, ഇളക്കങ്ങൾ, ഓർമ്മയ്ക്കായി, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, ഒരു കഥ ഒരു നുണക്കഥ ഇവയെല്ലാം ഇദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങളാണ്. 1989 മഴവിൽക്കാവടി എന്ന ചിത്രത്തിൽ മികച്ച 2ാമത്തെ നടനായും 2009 10-ാം നിലയിലെ തീവണ്ടി എന്ന ചിത്രത്തിൽ മികച്ച നടനായും 2001
രാവണപ്രഭു എന്ന ചിത്രത്തിലും 2004 വേഷം എന്ന ചിത്രത്തിലും മികച്ച സഹനടനായും 2006 രസതന്ത്രം യെസ് യുവർ ഓണർ എന്ന ചിത്രത്തിൽ മികച്ച ഹാസ്യനടനായും 2008 ഇന്നത്തെ ചിന്താവിഷയം എന്ന ചിത്രത്തിൽ മികച്ച സഹനടനായും പുരസ്കാരങ്ങൾ ലഭിച്ചു. 2007 സത്യൻ പുരസ്കാരം, 2008 മികച്ച പ്രകടനത്തിനുള്ള ദുബായ് വാർഷിക മലയാള ചലച്ചിത്ര പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇന്നസെൻറ്റിൻ്റെ ആത്മകഥ ചിരിക്ക് പിന്നിൽ എന്ന പേരിൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നസെൻറ്റ് എന്ന സ്മരണകൾ, മഴക്കണ്ണാടി എന്ന ചെറുകഥ സമാഹാരം എന്നിങ്ങനെ 2 പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2012 അർബുദം പിടിപെട്ട ഇന്നസെൻറ്റ് അർബുദത്തിന് ചികിത്സയിലിരുന്ന കാലത്തുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രചിച്ച ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം വൻ ജനപ്രീതി പിടിച്ചുപറ്റി. ഇടതുപക്ഷ ആശയങ്ങളോട് എന്നും അനുഭാവം പുലർത്തിയ ഇന്നസെൻറ്റ് 2014 16-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്ന് വീണ്ടും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഇന്നസെൻറ്റിൻ്റെ ഭാര്യ ആലീസ്, ഏകമകൻ സോണറ്റ്, മരുമകൾ രശ്മി, പേരക്കുട്ടികൾ ഇന്നസെൻറ്റ് സോണറ്റ്, അന്ന സോണറ്റ്. 2023 മാർച്ച് 3 ന്യൂമോണിയ ബാധയെ തുടർന്ന് കൊച്ചിയിലെ ലഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇന്നസെൻറ്റ് അവിടെ വെച്ച് മാർച്ച് 26 രാത്രി അന്തരിച്ചു. മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത അഭിനയ ശൈലിയിൽ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഇന്നസെൻറ്റിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശതകോടി പ്രണാമം. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.